ഐഫോൺസിൽ അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കണ്ടും ഇതാണ് നമ്മുടെ അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുമ്പ് ബട്ടൺസ് ഇല്ലാത്ത ഫോൺസ് ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ, അതായത് ഐഫോൺ എക്സ് ഇറങ്ങിയപ്പോൾ തൊട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് നമുക്കിപ്പോൾ ഫിസിക്കലി ഒരു ഹോം ബട്ടൺ ഇല്ലാത്ത ഫോൺസിൽ നമുക്ക് ആ ഹോം ബട്ടൺ യൂസ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ iOS 17 പുതിയൊരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അസിസ്റ്റീവ് ആക്സസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം, അതായത് കുറച്ചധികം ഓപ്ഷൻസ് കുറച്ചിട്ട് നിങ്ങൾക്കൊരു ബേസ് ആയിട്ടൊരു ഫോണിൻ്റെ ഉപയോഗം മാത്രമേ ആ ഒരു അസിസ്റ്റീവ് ആക്സസ് ഇനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. താഴേക്ക് വന്നാൽ നിങ്ങളുടെ അക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഫീച്ചർ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. നേരെ താഴെ വന്നാൽ നിങ്ങളുടെ അസിസ്റ്റീവ് ആക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടും സെറ്റപ്പ് അസിസ്റ്റീവ് ആക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടും അസിസ്റ്റീവ് ആക്സസ് പ്രൊവൈഡ്സ് ആൻ ഓൾട്ടർനേറ്റീവ് iOS എക്സ്പീരിയൻസ്. എസെൻഷ്യൽ ആപ്സ് ഹാസ് ബീൻ റീഡിസൈൻ ടു ബി ലാർജർ, ഷെയർ ദ സെയിം സ്റ്റൈൽ ആൻഡ് ഹാവ് ഫ്യൂവർ ഫീച്ചേഴ്സ്. അതായത് നിങ്ങളുടെ നോർമലായിട്ടുള്ള ആപ്പൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചൂസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഫീച്ചേഴ്സ് മാത്രം നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ട് നമുക്ക് സെറ്റപ്പ് അസിസ്റ്റീവ് ആക്സസ് എന്ന് പറഞ്ഞ സ്ക്രീൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ദിസ് ഐഫോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് Malluapplepro കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പിയറൻസ് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലൈൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്, റോ ആയിട്ട് ഇടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രിഡാണ് ചൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ആപ്സ് ഇവിടെ ചൂസ് ചെയ്യാനാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടും കോൾസ് ഉണ്ട്, ക്യാമറ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കോൺടാക്റ്റ് മാത്രം വേണമെങ്കിൽ ആ കോൺടാക്റ്റ് മാത്രം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് വർക്ക് ആവുന്നത് അത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ അതിനകത്ത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ക്യാമറയുടെ എല്ലാ ഫംഗ്ഷൻസും വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഇനേബിൾ ചെയ്യണം. അടുത്ത നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ട്. മെസ്സേജസ് നമ്മുടെ ഫോൺ ഇനേബിൾ ചെയ്ത് അതേ രീതിയിലായിരിക്കും നമ്മുടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന കോൺടാക്ട്സ് മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവരി വൺ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെലക്ടഡ് കോൺടാക്ട്സ് മാത്രം കൊടുക്കാവുന്നതാണ്. സെലക്ടഡ് കോൺടാക്ട്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് എവരി വൺ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് മ്യൂസിക് കിട്ടുന്നതായിരിക്കും. മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് മാത്രം എടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മ്യൂസിക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആപ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ആപ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യുക. ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടിന്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ആപ്സ് മാത്രം ഈ ഒരു ഫീച്ചറിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് എൻ്റെ ഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഫീച്ചർ ഇവിടെ ആക്ടിവേറ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആപ്സ് മാത്രം ഇവിടെ യൂസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ആപ്സ് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ള ആപ്സ് ഒന്നും ഞാനത് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ തിങ്സ് ടു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എമർജൻസിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി കോളിംഗ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് വിൽ നോട്ട് അപ്പേ ഇൻ അസിസ്റ്റീവ് ആക്സസ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് ഒന്നും ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻസ് കാണണമെങ്കിൽ ഈ അസിസ്റ്റീവ് ആക്സസ് നിർത്തിയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. എൻഡ് അസിസ്റ്റീവ് ആക്സസ് ടു റിവ്യൂ ആൻഡ് ബിഗിൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റീവ് ആക്സസ് നിർത്തിയെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് പ്രൈവസിയുടെ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. Certain privacy indicators including location services are hidden. App privacy permissions should be reviewed before using assistive access. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ സർവീസസ് എല്ലാം നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിൻ്റെ പ്രൈവസി പെർമിഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് ഡിസേബിൾ ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടും കൺഫേം Malluapplepro നോസ് ദിസ് ഐഫോൺസ് പാസ്കോഡ് എന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടും ഫേസ് ഐ ഡി ഈസ് ആക്റ്റീവ് ആൻഡ് പാസ്കോഡ് ഈസ് സെറ്റ് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അസിസ്റ്റീവ് ആക്സസിൻ്റെ ആ ഒരു പാസ്കോഡ് ചോദിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്കോഡാണ് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും കൂടെ എൻ്റർ ചെയ്യാനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാറ്റും അസിസ്റ്റീവ് ആക്സസ് പാസ്കോഡ് റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അസിസ്റ്റീവ് ആക്സസിൻ്റെ പാസ്കോഡ് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ റീസെറ്റ് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഐ ഡിയും പാസ്കോഡും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടും എങ്ങനെ നമുക്ക് ഈ ഒരു അസിസ്റ്റീവ് ആക്സസിൽ നിന്ന് പുറത്ത് വരാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എക്സിറ്റിംഗ് അസിസ്റ്റീവ് ആക്സസ്, ട്രിപ്പിൾ ക്ലിക്ക് ദ സൈഡ് ബട്ടൺ ആൻഡ് ദെൻ ടൈപ്പ് ഇൻ ദ അസിസ്റ്റീവ് ആക്സസ് പാസ്കോഡ് ടു ടേൺ ഓഫ് ദ അസിസ്റ്റീവ് ആക്സസ്. അതായത് നമ്മൾ ഈ ഒരു സൈഡ് ബട്ടൺ 3 തവണ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അസിസ്റ്റീവ് ആക്സസിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അസിസ്റ്റീവ് ആക്സസ് സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് എൻ്റർ അസിസ്റ്റീവ് ആക്സസ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അസിസ്റ്റീവ് ആക്സസിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും. ജസ്റ്റ് പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അസിസ്റ്റീവ് ആക്സസ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത് കാണാൻ പറ്റും.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പ് ആയതുകൊണ്ട് ചെറിയ സമയം എടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അസിസ്റ്റീവ് ആക്സസ് നമുക്കിവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിവിടെ കണ്ടാൽ നമുക്ക് കോൾസ് ഉണ്ട്, ക്യാമറ ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫോണിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു 5 ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫോണിൽ ഇപ്പോൾ വർക്ക് ആവത്തില്ല. അപ്പോൾ നമുക്ക് കോൾസ് എടുക്കണമെങ്കിൽ നമുക്ക് കോൾസിനകത്ത് പോകാൻ പറ്റുന്നതാണ്. ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഫോട്ടോസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഉണ്ട്, സെൽഫി ഉണ്ട്, വീഡിയോ സെൽഫി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെസ്സേജ് ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് മെസ്സേജസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മ്യൂസിക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മ്യൂസിക് ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മ്യൂസിക്കെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അസിസ്റ്റീവ് ആക്സസ് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പം കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഫോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അസിസ്റ്റീവ് ആക്സസ് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് കാണാനൊക്കെ വളരെ എളുപ്പമാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് വലുതായിട്ട് തന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ആപ്സും യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ജസ്റ്റ് പുറത്ത് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സൈഡ് ബട്ടൺ നിങ്ങൾ 3 തവണ പ്രസ് ചെയ്യുക. ഇവിടെ എൻ്റെ അസിസ്റ്റീവ് ആക്സസ് പാസ്പോർട്ട് എക്സിറ്റ് എന്ന് കാണിക്കുന്നത് ജസ്റ്റ് പാസ്പോർട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എക്സിറ്റിംഗ് അസിസ്റ്റീവ് ആക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസിസ്റ്റീവ് ആക്സസിൽ നിന്ന് ഈ ഒരു ഫോൺ പുറത്ത് വരുന്നതായിരിക്കും. നിങ്ങളുടെ നോർമലായിട്ട് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ അസിസ്റ്റീവ് ആക്സസിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോർമലായിട്ടാണ് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇനിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ ഈ രീതിയിൽ അസിസ്റ്റീവ് ആക്സസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ വരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂട്ടാലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരിക്കും സീ യു.